കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. നമ്മുടെ ഹൃദയം അവിടുത്തെ മുൻപാകെ പകരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പകരുവാൻ വെള്ളം നമ്മൾ ബക്കറ്റിൽ നിന്ന് അടുത്ത ബക്കറ്റിലേക്ക് പകരുന്നത് പോലെ നമ്മുടെ ഹൃദയം ദൈവം മുൻപാകെ പകരണം. ഹന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഹൃദയം പകർന്നപ്പോൾ ദൈവയുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒന്ന് പറ്റിച്ചേരാൻ, ദൈവത്തോടൊന്ന് പറ്റിച്ചേരാനിടയാകും. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ ആജ്ഞ എന്താണ് ദൈവമേ എന്നോടുള്ളത് എന്ന് ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങാൻ തയ്യാറാകൂ. ദൈവം ഇന്ന് പകലും നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിൻ്റെ എല്ലാ വഴികളും ശ്രേഷ്ഠമാണ്. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, ശാശ്വതവാസിയായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. അവിടുത്തെ മഹത്വം അവിടുന്ന് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇന്ന് പകലിലും വിളിച്ചു പറ, ദൈവമേ അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ. ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. പ്രാർത്ഥിച്ചു, യഹോവയെ നിങ്കലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു എന്നാണ് 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുത് എന്ന് പറയുമ്പോൾ 34-ാം സങ്കീർത്തനത്തിൽ വന്നപ്പോൾ അതേ ദാവീദ് വിളിച്ചു പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം അവരെ നയിക്കുന്ന, അവരെ ശ്രേഷ്ഠകരമായ പാന്താവിലേക്ക് കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർക്കേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ആ ഒരു അറിവ്, എൻ്റെ ദൈവം നല്ലവനാണ്, രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. യോഹന്നാൻ പറയുന്നത് പോലെ നിങ്ങൾ തൊട്ടതും രുചിച്ചതും അനുഭവിച്ചതുമായ ജീവൻ്റെ വചനം ക്രൈസ്തവം ആ കർത്താവിനെ തൊടുവാൻ, അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ വിഷയത്തെയും കർത്താവത്തോടും സ്തോത്രം. നമുക്കറിയാം, 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ എല്ലാ ഡോക്ടേഴ്സിനാലും പരീക്ഷിക്കപ്പെട്ടു. എവിടെ പോയിട്ടും അവൾക്ക് വിടുതൽ വന്നില്ല. പക്ഷേ അവൾ യേശുവിനെ തൊടാൻ തയ്യാറായി. നിയമം എതിരാണ്, സാഹചര്യം വളരെ പ്രതികൂലമാണ് തൊടാൻ. പക്ഷേ മരിച്ചാലും ജീവിച്ചാലും യേശുവിനെ ഒന്ന് തൊടണം. വളരെ 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 സാഹചര്യങ്ങളെതിരായി സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. പക്ഷേ അവൾ തൊട്ടപ്പോൾ അത്രയും ആൾക്കൂട്ടമുണ്ടായിട്ടും അനേകർ യേശുവിനെ തിക്കിക്കൊണ്ടിരുന്ന് തൊട്ടുകൊണ്ടിരുന്നിട്ടും ആവശ്യക്കാർക്ക് വേണ്ടി ശക്തി പുറപ്പെട്ട് ചെന്നെങ്കിൽ ഇന്ന് പകൽ ആരേശുവിനെ ടച്ച് ചെയ്യാൻ തയ്യാറുണ്ട്. അവിടുത്തെ പാദപീഠത്തെങ്കിൽ കടന്നു വന്ന് ദൈവമേ, യെസ് ഞങ്ങൾ മക്കളാണ് എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ ഭീരുത്വം നമ്മുടെ അവകാശമല്ല. ഭീരുത്വത്തിൻ്റെ ശക്തി നമുക്ക് കീഴെ മാറിപ്പോകും, നമ്മുടെ കാൽക്കീഴിലേക്ക് മാറും. നമ്മൾ പലപ്പോഴും അതിനടിമപ്പെടുകയല്ലേ, ഭയം നമ്മളിലേക്ക് വ്യാപരിക്കുകയല്ലേ, നിരാശ എങ്ങനെ വരുന്നത്? നമ്മുടെ കർത്താവ് നമ്മുടെ ആരാണ്? നമ്മുടെ പിതാവാണ്. നമ്മൾ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളാണ് എന്ന ബോധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ ഈ പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. 107-ാം സങ്കീർത്തനം 41-ാമത് വാക്യം, അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി, അവൻ്റെ കുലങ്ങളെ ആട്ടിൻ കൂട്ടം പോലെ ആക്കി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്.
അവർ വിശന്നും ദാഹിച്ചു വരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവനവരെ അവരുടെ ഞെരുക്കങ്ങൾ നിന്ന് വിടുവിച്ചു. ആവർത്തിച്ചു പറയുന്നു, കഷ്ടതയിൽ നിലവിളിച്ച, വേദനിച്ച, തകർന്നുപോയ സമൂഹത്തെ കൈവിട്ടെന്നല്ല, അവനവരെ അവരുടെ ഞെരുക്കങ്ങൾ നിന്ന് വിടുവിച്ചു. വചനമയച്ചവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആഗ്രഹിച്ച തുറമുഖത്തെത്തി കൊടുങ്കാറ്റിനെ ശാസിച്ചു, തിരകൾ അടക്കി. സ്തോത്രം. അതുകൊണ്ട് അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞ ഈ സങ്കീർത്തനത്തിലുടനീളം ദൈവത്തിൻ്റെ സ്തുതി പ്രഖ്യാപിക്കുകയാണ് ശക്തമായി. ഇവിടെ തകർന്നുപോയ മരണവാതിലിനോട് സമീപിച്ച കഥകളെല്ലാം അവർക്ക് മുമ്പിൽ അടഞ്ഞുപോയി. താമ്രക്കഥകളുണ്ടായിരുന്നു, ഇരുമ്പോടാമ്പലും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അതിനെയൊക്കെ മുറിച്ചു കളഞ്ഞ്, ഹല്ലേലൂയ, കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച് തൻ്റെ ജനത്തെ ശൂന്യതയിൽ നിന്ന് വിടുവിച്ചിട്ട് പറയുന്നു 41-ാം വാക്യം, അവൻ അവരുടെ കുലങ്ങളെ ആട്ടിൻകൂട്ടങ്ങളെ പോലെയാക്കി, അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി. പീഡിപ്പിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു മിസ്രൈമിൽ തൻ്റെ ജനം. വേദനിക്കപ്പെട്ട സമൂഹമായിരുന്നു. കഷ്ടതയും വേദനയും നിലവിളിയും കൊണ്ട് അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമായപ്പോൾ മറ്റൊരു മനുഷ്യർക്കും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വാക്കു പറഞ്ഞവൻ 400 സംവത്സരം കഴിഞ്ഞ് പുറത്തു കൊണ്ടുവരുമെന്നും പുറപ്പെടുവിക്കാമെന്നും പറഞ്ഞ പ്രവചന ശബ്ദത്തിന് മാറ്റമുണ്ടായില്ല. സഹോദരങ്ങളെ, ഇന്ന് പകലിലും വിളിച്ചു പറയും. നോക്കൂ, അവർ പീഡന അനുഭവിക്കുകയാണ്. പറവോൻ അവരുടെ മേൽ നുകം വെച്ചിരിക്കുകയാണ്. പക്ഷേ പീഡിപ്പിക്കും തോറും എൻ്റെ ജനം വർദ്ധിച്ചു പോകും. സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശാരീരിക, മാനസിക, ആത്മിക മേഖലകളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, വെല്ലുവിളികൾ അനുവദിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, അവിടെ നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന, ആത്മാവിൽ വർദ്ധിപ്പിക്കുന്ന, പ്രാർത്ഥനയിൽ ശക്തീകരിക്കുന്ന, നിങ്ങളെ ഉയർത്തുന്ന, ഉണർത്തുന്ന, ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. നീ ഒടുങ്ങിപ്പോകുമെന്നും നിന്നെ പീഡിപ്പിച്ചിട്ട് നോക്കൂ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചുളയ്ക്കകത്തേക്ക് എറിഞ്ഞു കളഞ്ഞത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ? അവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ലേ? വിശ്വാസം തീർന്നെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ? ദൈവം എന്തിയെന്ന് ചോദിക്കാൻ വേണ്ടിയല്ലായിരുന്നു. പക്ഷേ എണ്ണം കുറയ്ക്കാൻ നോക്കിയപ്പോൾ തീച്ചുളയിലേക്ക് ഒരുവൻ കൂടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ പീഡിപ്പിക്കും തോറും വളർത്തുന്ന ദൈവം, ബലം കൽപ്പിക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം, സ്തോത്രം, നമ്മുടെ ദൈവമാണ്. ഏതൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്നു, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അവൻ എളിയവനെ പീഡയിൽ നിന്ന് ഉയർത്തി, മറ്റൊരുത്തരെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി. എന്നിട്ട് പറയുന്നു, അവരുടെ കുലങ്ങളെ വർദ്ധിപ്പിക്കുക. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയായിത്തീരും. കുറഞ്ഞവനെ വർദ്ധിപ്പിക്കുന്ന, എളിയവനെ വർദ്ധിപ്പിക്കുന്ന, അവൻ്റെ കുലങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ പോലെ പെരുക്കുവാൻ കഴിവുള്ള, നിന്നെ ഉറപ്പിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുക. ഇത് കാണുമ്പോൾ അടുത്ത വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമേ. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതികെട്ടവരൊക്കെ വായ്പൊത്തും. ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും,
അവർ യഹോവയുടെ കൃപകളെക്കുറിച്ച് ചിന്തിക്കും. ചിലർ വായ് പൊത്തും ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കുമ്പോൾ. നമുക്ക് പറവോനൊക്കെ അമ്പരന്ന് പോയില്ലേ? അവർ വർദ്ധിക്കുകയും ശക്തരാകുകയും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെങ്കടൽ വിഭാജിക്കുകയും ചെയ്തപ്പോൾ ശത്രുവിൻ്റെ ശക്തികൾ ഇല്ലാതായി പോയില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഉയർത്തുക മാത്രമല്ല, വർദ്ധിപ്പിക്കാനും കഴിവുള്ള, ശക്തീകരിക്കാൻ കഴിവുള്ള ബലം നിനക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുത്താൻ കഴിവുള്ള ശക്തനായ ഒരു കർത്താവ് വിളിച്ചു പറയുന്നു. പീഡയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, സംഘർഷങ്ങളുടെ നടുവിൽ സാധ്യതകൾ അസ്തമിക്കുമ്പോൾ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മാവിൽ നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. നീ അനുഭവിക്കുന്ന പീഡകൾ നിന്നെ ശക്തീകരിക്കാൻ വേണ്ടിയാണ്. അനേക ടെസ്റ്റ് മണികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. തളർന്നു പോകരുത്, ക്ഷണിച്ചു പോകരുത്. ദൈവമഹത്വം ഇന്ന് പകൽ തൻ്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എളിയവന പീഡയിരുന്ന കുപ്പയിൽ നിന്നൊക്കെ ഉയർത്തുക മാത്രമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടുത്തി അവരുടെ കുലങ്ങളെ വർദ്ധിപ്പിച്ച് ദേശത്ത് അവരൊരു അടയാളമായി തീരുന്നതിനാൽ ഇന്ന് പകൽ നന്ദി പറയുന്നു. പേര് നശിപ്പിക്കുമെന്നും ഇല്ലാതാക്കുമെന്നും പറയുന്ന ഇടത്ത് തന്നെ ആത്മിക വർധനവ് കുടുംബമായി സന്തോഷിക്കത്തക്ക രീതിയിൽ അവരെയും അവർ തലമുറകളുടെ മേലും വെളിപ്പെടുന്ന വാഗ്ദത്തങ്ങൾ ഇനിയും പറവാൻ അടിമയല്ല. സമന്റെ ശക്തികൾക്ക് ജനത്തെ തൊടുവാൻ കഴിയുകയില്ല. അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി സകലത്തെയും ജയിക്കാൻ ഇന്ന് പകലിടയാക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം സർവശക്തൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം നമുക്ക് ജയം നൽകുന്നവൻ. അവിടുത്തെ വാക്കുകൾക്ക് ഇന്നും മാറ്റമില്ല. ഉയർത്താമെന്ന് പറഞ്ഞവൻ. പീഡ വരുമ്പോൾ മാറിപ്പോകുന്നതല്ല. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നവനെ കൂടെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിന് മഹത്വം കരേറ്റാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിക്കുന്നു.